മെറിൻ, നമ്മൾ കണ്ടതാണ് ഇന്നലെ ഈ ഇറാന്റെ ടെലിവിഷൻ ആസ്ഥാനത്തിന് നേരെ ഉണ്ടായ ആക്രമണം. ഒട്ടേറെ മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ വന്നതാണല്ലോ. പക്ഷെ അപ്പോഴും സംപ്രേഷണം തുടരും എന്നവർ അറിയിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ, മെറിൻ? തീർച്ചയായും ഉന്മേഷ്, അതായത് ജനീവ കൺവെൻഷന്റെ കടുത്ത ലംഘനം തന്നെയാണ് നടന്നിരിക്കുന്നത്. യുദ്ധസമയത്ത് ഇത്തരത്തിൽ കുട്ടികളെയും അതേപോലെ തന്നെ മാധ്യമ സ്ഥാപനങ്ങളെയും ആക്രമിക്കരുത് എന്നുള്ള ഒരു കരാറാണ്, അല്ലെങ്കിൽ അതാണ് അതിന്റെ വ്യവസ്ഥ. അതിന്റെ നഗ്നമായ ഒരു ലംഘനം തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇറാന്റെ സ്റ്റേറ്റ് ടിവിക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഈ ആക്രമണത്തിന് ശേഷം അവിടുത്തെ മാധ്യമ പ്രവർത്തകർ നിരവധി പേർ കൊല്ലപ്പെട്ടു എന്നുള്ള ഒരു സ്ഥിരീകരണവും ഇപ്പോൾ വന്നിരിക്കുന്നു. അതിന് പിന്നാലെയാണ് അവർ തൊട്ടു പിന്നാലെ ആ സംപ്രേഷണം തുടരുന്ന ദൃശ്യങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ വ്യക്തമായിരുന്നു. അതായത് ഈ ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നതും അതിന് തീ പിടിക്കുന്നതുമെല്ലാം ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നിരുന്നു. ഇതിന് സംപ്രേഷണം തുടരുമെന്നും ഇസ്രായേലിനെതിരെ പോരാട്ടം തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും തന്നെയാണ് ആ അവതാരക പ്രതികരിച്ചത്. അതായത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനേരെയുള്ള കടന്നുകയറ്റം എന്ന് തന്നെയാണ് അവർ ഇത്തരത്തിൽ പ്രതികരിച്ചത്. മാത്രമല്ല, ചോര പുരണ്ട കൈകളുമായി മാധ്യമപ്രവർത്തകർ പ്രതികരിക്കുന്നതെല്ലാം തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആ ഒരു ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഇപ്പോൾ കടുത്ത ആക്രമണം ഇരുവശങ്ങളിലുമായി തുടരുകയാണ്. നേരത്തെ തന്നെ ഇറാന്റെ എണ്ണപ്പാടങ്ങൾ, അതുപോലെ തന്നെ ആണവ കേന്ദ്രങ്ങൾ, സൈനിക കേന്ദ്രങ്ങൾ എന്നിവ, വിമാനത്താവളങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം തന്നെയായിരുന്നു ഇസ്രായേൽ ടാർഗറ്റ് ചെയ്തിരുന്നത്. തൊട്ടു പിന്നാലെ ഇസ്രായേലിന്റെ ജനവാസ കേന്ദ്രങ്ങളായിട്ടുള്ള, അതായത് ഹൈഫ, അതുപോലെ തന്നെ തുറമുഖ നഗരമായിട്ടുള്ള ഹൈഫ, ടെൽ അവീവ്, ജെറുസലേം എന്നിവിടങ്ങളാണ് ഇസ്രായേലിന്റെ നഗരങ്ങളായിട്ടുള്ള. ഇവിടെയെല്ലാമാണ് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത്. ഇവിടെയെല്ലാം ഇപ്പോൾ അപായ സൈറൻ മുഴങ്ങുകയാണ്. ജനങ്ങളോട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്നുള്ള ഒരു നിർദ്ദേശം ഇസ്രായേൽ ഭരണകൂടം അല്ലെങ്കിൽ ഇസ്രായേൽ സൈന്യം നൽകിയിട്ടുണ്ട്. തൊട്ടു പിന്നാലെ ഇറാനിലും അതേപോലെ തന്നെ ഇരു രാജ്യങ്ങളും തിരിച്ചടി തുടങ്ങിയിരിക്കുന്നു. അല്ലെങ്കിൽ 5ാം ദിവസവും അതിസങ്കീർണമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് ഇറാൻ ഇസ്രായേൽ സംഘർഷം നീങ്ങുന്നത് എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഇറാൻ പറയുന്നത്, അതായത് ഇസ്രായേലിന് കടുത്ത തിരിച്ചടി നേരിടേണ്ടി വരും, ഇസ്രായേലിന് അമേരിക്ക മൂക്ക് കയറിടണം എന്ന് തന്നെയാണ് പറഞ്ഞത്. ഒരു സമാധാനം സ്ഥാപിക്കണമെങ്കിൽ ഒരു ഫോൺ കോളിന്റെ, അതായത് ട്രംപ് ഇവിടെ സമാധാനം സ്ഥാപിക്കാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ഫോൺ കോളിന്റെ ദൂരമാണുള്ളത്. വാഷിംഗ്ടണിൽ നിന്നും ഒരു ഫോൺ കോളാണ് ഇതിന് ആവശ്യമെന്ന് തന്നെയാണ് ഇറാന്റെ പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതായത് ഇസ്രായേലിന്റെ ഇത്തരത്തിലുള്ള ആക്രമണത്തിന് ഏറ്റവും ഹീനമായ തിരിച്ചടിക്ക് ഇസ്രായേൽ തയ്യാറെടുത്തുകൊള്ളൂ എന്നുള്ള മുന്നറിയിപ്പ് ഇറാൻ പ്രസിഡന്റ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇരു രാജ്യങ്ങളും ഇപ്പോൾ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത്. ലോകരാജ്യങ്ങളും ഈ ഒരു ആക്രമണത്തെ അപലപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാവുകയാണ്. കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ഇറാന്റെ ഔദ്യോഗിക ചാനലായ IRIBയുടെ ആസ്ഥാനം ആക്രമിച്ചിരുന്നു. തിരിച്ച് ഇസ്രയേലിന്റെ ചാനലുകളായ ചാനൽ N12 ചാനൽ Now 14 ഒക്കെ തിരിച്ചാക്രമിക്കുമെന്ന് ഇറാനും പറയുന്നുണ്ട്. ട്രംപ് G7 ഉച്ചകോടിയിൽ ഇസ്രയേൽ ഇറാൻ ആക്രമണം നിർത്തണം എന്ന ഒരു പ്രമേയത്തിൽ ഒപ്പുവെച്ചിട്ടുമില്ല. വിവരങ്ങൾ നൽകുകയായിരുന്നു മെറിൻ മേരി ചാക്കോ, ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്.